എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കാണിച്ചു തരാം. ടൂൾസ് ആൻഡ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യാം. ഓഡിയൻസ് മാനേജർ ക്ലിക്ക് ചെയ്യാം. റീമാർക്കറ്റിംഗ്. വെബ്സൈറ്റ് വിസിറ്റർ, അതായത് പീപ്പിൾ ഹു വിസിറ്റഡ് യുവർ വെബ്സൈറ്റ് ഓർ ലാൻഡിംഗ് പേജ്, അവരെ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യാം. ഓഡിയൻസ് നെയിം നമുക്ക് വേണമെങ്കിൽ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് എഴുതാം. Select the type of visitors from which you would like to create an audience. Visitors of a page. Visitors of a page who also visited another page. Visitors of page who did not visit another page. Visitors of page during a specific date. Visitors of page with a specific tag. Include people that visited a page with the following. Page URL contains ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന്റെ പേജ് ആണെന്ന് വിചാരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ പേജ് വിസിറ്റ് ചെയ്തവരെല്ലാവരും ടാർഗറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പേജ് കോപ്പി ചെയ്യണം. ടൈപ്പ് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ഓഡിയൻസ് കൊടുക്കാം. നിങ്ങളുടെ ഓഡിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കണ്ടോ, ഇവിടെ എഴുതിക്കണ്ടോ റീമാർക്കറ്റിംഗ് ലിസ്റ്റ്. ഓക്കെ, ഇപ്പൊ ഇവിടെ എത്രയാണ്? 0 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ശരിക്കും ശ്രദ്ധിക്കുക. എങ്ങനെയാണ് റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം മനസ്സിലായില്ലോ? പ്രതീക്ഷ കിട്ടിയ ഐഡിയ കിട്ടിയാ? ഇത് എന്താന്ന് പറയാം. നിങ്ങൾ നേരത്തെ ഒരു കൺവേർഷൻ ട്രാക്കിംഗ് കോഡ് ചെയ്തില്ലേ? അപ്പൊ ഒരു കോഡ് എല്ലാ പേജും കൊണ്ടിട്ടു. ആ കോഡ് മതി ഇനി അപ്പൊ എന്ത് ചെയ്യണം? ആ കോഡ് ഇട്ടാൽ മതി. അപ്പൊ റീമാർക്കറ്റിംഗ് സാധനം വർക്ക് ചെയ്യും. നമ്മുടെ വെബ്സൈറ്റിൽ ഇന്ന് ഒരു 100 വിസിറ്റർ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ റീമാർക്കറ്റിംഗ് ലിസ്റ്റിൽ 100 പേര് പോയിട്ടുണ്ടാവും. ആരൊക്കെ പോവാ? നമ്മുടെ ഹോം പേജിലേക്ക് പോയവർ മാത്രം. ഹോം പേജ് വിസിറ്റ് ചെയ്തവർ മാത്രമാണ് അതിൽ പോവാ. അതാണ് നമ്മൾ ഹോം പേജിന്റെ URL കൊടുത്തത്. അങ്ങനെ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ചിലപ്പോൾ ഒരു മാസം നിങ്ങൾ ക്യാമ്പയിൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 10,000 പേര് അവിടെ കാണാൻ പറ്റും ലിസ്റ്റിൽ. ഈ 10,000 പേർക്ക് വേണ്ടി മാത്രം നമുക്ക് ക്യാമ്പയിൻ ചെയ്യാം. അതാണ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങളിവിടെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തതിന് കൂടെ ഒരു ഓഡിയൻസ് കണ്ടായിരുന്നോ? ഇത് കണ്ടായിരുന്നല്ലോ അല്ലേ? ടാർഗറ്റിംഗ് നമ്മൾ മാനുവലി സെലക്ട് ചെയ്യും. അത് കഴിയുമ്പോൾ ഇവിടെ ഓഡിയൻസ് വരും. ഓഡിയൻസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൂടെ ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ചെയ്യാൻ കണ്ട റീമാർക്കറ്റിംഗ് ആൻഡ് സിമിലർ ഓഡിയൻസ്, വെബ്സൈറ്റ് വിസിറ്റർ. നമ്മൾ നേരത്തെ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വരും കണ്ടോ? അപ്പൊ അവരെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാമ്പയിൻ ചെയ്യാം. സിമിലർ ഓഡിയൻസ് നമ്മൾ പഠിച്ച കമ്പൈൻഡ് ലിസ്റ്റ്. ഇവിടെ എല്ലാം നമുക്ക് കണ്ടോ? ഇത് നമ്മളൊരു ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യണോ, അവരെ ടാർഗറ്റ് ചെയ്യണോ, അത്രേ ഉള്ളൂ.
ഇനി ആ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴേ ശരിക്കും ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് നമ്മുടെ സൈറ്റിൽ വന്ന് എൻക്വയറി നടത്തിയവരെ മാത്രം ഒഴിവാക്കാം. അതാണ് അവിടെ ആ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന പേജിൽ പോയവര് ഇന്ന പേജിൽ പോവാത്തവര് അങ്ങനത്തെ റൂള് നമുക്കവിടെ സെറ്റ് ചെയ്യാം. വൺസ് നമ്മൾ ഈ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യും മറ്റു ലിസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു മാസത്തിനുള്ളിൽ ഇത്ര പേര് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ക്യാമ്പയിൻ നടന്നോളൂല്ലോ. പിന്നെ നമ്മൾ ആഡ് ഓൺ ഒന്നും ചെയ്യണ്ടല്ലോ. റീമാർക്കറ്റിംഗ് ലിസ്റ്റിലേക്ക് പോകും. അത് അവര് നെസസറിലി ഒരിക്കൽ വന്നാൽ മതി മെയിൻ പേജില്, ഹോം പേജില്. അത് കഴിഞ്ഞിട്ട് വേറെ ഏത് വെബ്സൈറ്റിൽ പോയാലും ഇത് ടാർഗറ്റ് ചെയ്യും ഞങ്ങൾ. അതായത് അവർ വേറെ വെബ്സൈറ്റ് ഉദ്ദേശിക്കുന്ന ഡിസ്പ്ലേ നെറ്റ്വർക്കില്. ഓക്കെ, അതാണല്ലോ എവിടെ പോയാലും അവർ ടാർഗറ്റ് ചെയ്യും. ഞങ്ങൾ കുക്കീസ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിനെ അത് അവര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആക്സെപ്റ്റ് കുക്കീസ് ചിലപ്പോ ആക്സെപ്റ്റ് കുക്കീസ് ചെയ്യാത്തവരും കിട്ടില്ല. കുക്കീസ് ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ആ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യണമല്ലോ. നമ്മുടെ പ്രൈവസി ആണത്. നമ്മുടെ സാധനങ്ങളാണ് നമ്മൾ വിൽക്കുന്നത്. നമുക്ക് ഡിസേബിൾ ചെയ്തിടാം.